ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അതെ ഗൈസ്, അപ്പൊ നമ്മള് പുതിയ കുക്കിംഗ് വ്ളോഗ് ആയിട്ട് എത്തിക്കൊണ്ട് ഗൈസ്. പൊരിഞ്ഞ മഴയാണ് ഗൈസ് ഇവിടെ. അപ്പം മഴയത്ത് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അതെ ഒരു മഴയത്ത് സ്പെഷ്യൽ ഡിഷ് ആണ് ഗൈസ്. അതെ. അപ്പൊ എന്തൊക്കെയാണ് കാണിക്കല്ലേ? യെസ്, നമ്മളിന്ന് മഴയായോണ്ട് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്. നമ്മളിന്ന് ചിക്കൻ വെച്ചൊരു പരിപാടിയാണ്. അവസാനം നമ്മൾ പേര് പറയുന്നതായിരിക്കും. ഓക്കെ, കമോൺ, നമുക്ക് ഓക്കെ. കിച്ചണിലേക്ക് പോവാം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ ആണ്. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ് ഗൈസ് ഇന്ന്. അതെ, നമ്മള് കടയിൽ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എത്ര കിലോ ഉണ്ട്? രണ്ടോ? 1.5 കിലോ. നമുക്ക് അത്രയൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മൾ എല്ലാം കൂടി എടുത്തുണ്ടാക്കി കഴിവിട്ടില്ല, കഴിവണം. നമ്മളെല്ലാം കൂടി എടുത്തോണ്ട് വന്ന് വന്നേ ഉള്ളൂ ഗൈസ്. ആകെ വിഷയാക്കുന്നില്ല. ലെഗ് പീസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോ ഇതിന്ന് ഒരു 4-5 പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ഗൈസ്. അപ്പൊ ദാണ്ടേ നമ്മള് ചിക്കനൊക്കെ കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മള് വീട്ടിലേക്ക് കറി വെക്കാനാണേ. അത് കറിക്ക് വേണ്ടി അല്ലെ, നമ്മള് മൊത്തം കൂടെ എടുത്ത് വേസ്റ്റ് ആക്കുന്നില്ല. ഇത് നമുക്ക് അല്ലാതെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ്. ഇത് ചോട്ടിന് വേണ്ടിട്ട് മാത്രം ഉള്ളതാണ്. പൊന്നി കഴിക്കത്തില്ലല്ലേ? അപ്പം ചോട്ടിന് വേണ്ടിട്ട് മാത്രം നമ്മൾ എടുത്തതാണ്. ഇത്രയും എനിക്ക് വേണ്ടിയാണ് ഗൈസ് ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് പൊന്നി ചെയ്യുന്നത്. ചോട്ടിന് വേണ്ടിട്ടാണ് ഗൈസ്. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാവേ. ബാക്കി എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പൊ ഫ്രിഡ്ജ് മുഴുവൻ നിറഞ്ഞില്ല ദൈവമേ. അതിപ്പം അൺലിമിറ്റഡ് സാധനമാണ്. സോ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം ഇതിന്റെ കുറച്ച് അരച്ചെടുക്കുന്ന മിക്സിംഗ് ആണ് ഗൈസ് ആദ്യം. അപ്പൊ മിക്സിങ്ങിന് നമുക്ക് വേണ്ടത് കറിവേപ്പില. ഞാനിപ്പോ പോയി വാങ്ങിക്കൊണ്ട് വന്ന് ഇത്രയും കിട്ടി. പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും ഇടത്തില്ല, ഇച്ചിരി എടുക്കത്തോളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അത് എത്രയും കൂടി ഇട്ട് നമുക്ക്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില. മിന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് മിന്റ് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഇത് ഇത്രയോടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ ജാറെന്തി ഗൈസ്. അപ്പൊ ഞാനിവിടെ ഒരു 3 കറിവേപ്പില തണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മല്ലിയില. ഇതിന്റെ ചിക്കന്റെ പേര് നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. ഇച്ചിരി വെറൈറ്റി പേരായിരിക്കും. നിങ്ങൾ കേട്ട് കാണുമായിരിക്കണമെന്ന് തോന്നുന്നു. വെറൈറ്റി പേരൊക്കെയാണ്. ഇതിപ്പോ നമ്മൾ 2 ലെഗ് പീസും കുറച്ച് ചെസ്റ്റ് പീസും എടുത്തിട്ടുള്ളില്ലേ? അധികം എടുക്കണ്ട, ചിലപ്പം ഈ ഇലകളുടെ രുചിയായിപ്പോ. അപ്പൊ അധികം എടുക്കണ്ട. ഒരു 3 കറിവേപ്പിലയും ഇച്ചിരി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് എടുക്കണത് ഇച്ചിരി ഒരു പച്ചമുളക്. നമ്മുടെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ട ഇത്രയും ഒരു ചെറിയ പീസ് ഇഞ്ചി. നമ്മൾ ഇത്ര എടുക്കുന്നതെന്ന് വെച്ചാ, ഒരു പച്ചമുളക് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി ഭയങ്കര എരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അതുകൊണ്ട് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുന്നില്ല. ഇവിടെ കാശ്മീരി മുളകല്ല, മറ്റേ കാശ്മീരി മുളക് ഇടാൻ നോക്കാം. അപ്പൊ കുറച്ചുകൂടെ കളർ കിട്ടും. എന്റെ കയ്യിലിരിക്കുന്ന മുളക് പൊടിക്ക് ഭയങ്കര എരിയുള്ള മുളക് പൊടിയാണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഇത്ര ഇട്ട് ഇനി നമുക്ക് ഒരു വെളുത്തുള്ളിയും കൂടി ഇടണം. ഒരെണ്ണം ഇടരുത്, ഒരു 2-3 ഇട്ടാ മതി. പട്ടികള് കിടന്ന് കുഴയ്ക്കുവോ? അയ്യോ, ഇവിടെ നമുക്ക് കുട്ടികളുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് ചോക്കോ, പിന്നെ താഴെ വേറെ ചോക്കോ. ഇപ്പൊ എന്തായാലും കുറച്ച് കുര നിർത്തിയിട്ടുണ്ട്. നമ്മള് വീഡിയോ തുടങ്ങിയ സമയത്ത് നല്ല ബഹളമായിരുന്നു. ഇപ്പൊ എന്തായാലും ഇവിടെ പൊരിഞ്ഞ മഴയാ, കിണറൊക്കെ നിറഞ്ഞ് അവസ്ഥയാ. കിണർ കാണുമ്പോഴേ പേടിയാ. അവസാനം നമ്മള് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കിണറ് കാണിക്കാൻ കഴിയും. പിന്നെ മഴ. എന്റെ ഒരു സംശയം, ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ മസാലകൾ കൂടി പോന്ന. ഇല്ല ഇല്ല, ഒരു 3 വെളുത്തുള്ളി ഇടാം. ഒരു കറിവേപ്പില മാറ്റണോ വേണ്ടയോ? ഇട്ടോ, കുഴപ്പമില്ല. ഒരു കറിവേപ്പിലയും കൂടി ഇടാം അവസാനം. ടേസ്റ്റ് ആയിപ്പോലെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി എടുക്കാം. കഴുകിട്ട് ആകെ പൊടിയും ചെറിയൊക്കെ ആയിരിക്കും.
ഇവിടെ നമ്മള് കഴിഞ്ഞ വ്ലോഗില് കൊറേ പേര് ചോദിച്ചിരുന്നു ഇവിടെ നമ്മുടെ ഇവിടെ വെള്ളം കേറിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മുടെ ഇവിടെ ഒന്നും വെള്ളം കയറത്തില്ല ഗൈസ്. കേറത്തൊന്നുമില്ല, ഇതുവരെ ഇല്ല. ഇവിടെ ഒന്നും വെള്ളം കയറത്തില്ല. സേഫ് ആയിട്ടാണ് ഇവിടെ ഇപ്പൊ നിക്കുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര മഴയാ, 5-6 ദിവസം കൊണ്ട് ഇവിടെ മഴയാണ്. മഴ ഉണ്ടെന്നേ ഉള്ളൂ, അൺലിമിറ്റഡ് മഴയാണ് ഗൈസ്. പ്രശ്നമൊന്നുമില്ല. അപ്പോ നമുക്ക് ദാണ്ട് നമ്മുടെ ഇലകളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. പട്ടി ഇത് റോസ് ആണ് ഗൈസ് ഈ കിടക്കുന്നത്. റോസിന്റെ ചോദിക്കുന്നവർക്ക് റോസിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. നമ്മൾ അരയ്ക്കാൻ പോവാണ്. ഇത് മസാല അല്ലേ? ഗൈസ് ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കുന്ന എന്തോ നല്ല ഇലകളുടെ മണം, കറിവേപ്പിലയുടെ മണം മുമ്പി നിൽക്കുന്നു. നമ്മൾ ഇതുപോലെ ഇലകളെല്ലാം കൂടെ അരച്ചത് എപ്പോഴായിരുന്നു? പാനിപൂരിക്ക് ഗൈസ് താണ്ട് കണ്ടിട്ട് ചോട്ടു ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് അതൊന്ന് ഇട്ടാക്കി കൊടുക്കണം. അതിനുള്ള ഇതിനകത്ത് വെള്ളം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രഷ് ചിക്കനിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഇലകളുടെ മണം. ഇതെങ്ങനെയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇല്ല, ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. അപ്പം മുറിക്കണമെങ്കിൽ ഞാൻ ഇടാം, അതായിരിക്കും നല്ലത്. നല്ല രസം. ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചിക്കനിലൊക്കെ എക്സ്പീരിയൻസ് നടത്തുന്നത്. ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ വെക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ ഒരു വട്ടം ചെയ്ത് എപ്പോഴും മറ്റേ മന്തി ഉണ്ടാക്കിയ സമയത്ത് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു മിക്സിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഗൈസ്, നല്ല മണമുണ്ട് ചൂട്ടൂര്. കറിവേപ്പിലയുടെ മണം മുമ്പിൽ നിൽക്കുന്നു. ഇനി നമുക്ക് ഇത് മസാലകൾ എടുക്കണം. അപ്പൊ ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിച്ചിളക്കി, പിന്നെ തിരുമ്പി പിടിച്ചിളക്കി. ഞാൻ ഇൻസ്റ്റയിലൊരു ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചു നേരം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാവേ. ഓക്കെ, കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കാം, അടച്ച് മാറ്റി വെക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ മസാലകളൊന്ന് സെറ്റ് ആവട്ടെ. അല്ല മസാല, സോറി, നമ്മൾ ഇത് വെച്ചതൊന്ന് സെറ്റ് ആവട്ടെ. അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം എടുക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനത്തെ മസാലകളെല്ലാം എടുക്കണം. ഓക്കെ, അതൊക്കെ മെയിനാണല്ലോ. അപ്പൊ ഗൈസ്, മഴയും പിന്നെ മണ്ണിടിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടില്ലേ ഗൈസ്? അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ? അവരുടെ മഴയും മണ്ണിടിച്ചിലും പിന്നെ വെള്ളം കേറുന്നതും അല്ലേ? അപ്പൊ എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. നമ്മളിവിടെ സേഫ് ആണ് ഗൈസ്. അത് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. കൊട്ടാരക്കര ആ ഒരു ഏരിയയിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. ഞങ്ങള് സേഫ് ആണ് ഇവിടെ. എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക, അതേ ഇപ്പൊ പറയുള്ളൂ. പിന്നെ എന്താ, ഇപ്പൊ ഇന്ന് ബാക്കി നമ്മുടെ പൊടികളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് എരിയുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. വേണ്ട, ഇത്രയും മുളക് പൊടി ഇടാം. ചിലപ്പോൾ ഭയങ്കര എരിയായിരിക്കും. ഇത്രയും മുളക് പൊടി ഇട്ട്
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, പിന്നെ മെയിൻ ഐറ്റം ചിക്കനിലെല്ലാം നമ്മൾ ഇടുന്ന ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇത് നമ്മൾ എപ്പോഴാ വാങ്ങി? കഴിഞ്ഞ വാങ്ങിയതായിരുന്നു. ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇരിക്കട്ടെ. ഓക്കെ മതി. ഇത് എരിഞ്ഞ് പോകയാതിരുന്ന മതി ഗൈസ്. അപ്പൊ നമ്മുടെ ചിക്കൻ എടുക്കാം. നേരത്തെ ഒന്ന് മാറ്റി വെച്ച് ചിക്കൻ എടുക്കാം. ഇച്ചിരി വെള്ളം ഉണ്ട് അതില്, അത് സാരമില്ല. വെള്ളം വേണം, കുഴപ്പമുണ്ടോ? വെള്ളം കിടന്നോട്ടെ, അത് കുഴപ്പമില്ല, നല്ലയാ. നല്ല മണമൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ താണ്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന മസാല ഇതിനകത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി പിടിപ്പിക്കാവേ. നമ്മുടെ മുളക് പൊടിയുടെ കളർ ഇച്ചിരി വിഷയാണ് ഗൈസ്, എന്താന്ന് അറിയത്തില്ല. നമ്മൾ ഈ വട്ടം വാങ്ങിയ മുളക് പൊടിയുടെ കളർ ഇങ്ങനെയാണ്. ഒരുമാതിരി ഇത് കണ്ടിട്ട് ഒരുമാതിരി ചുടുകട്ട പൊടിച്ച കണക്കൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ഈ മിക്സ് സമാധാനം തരുന്നില്ല. ഇനി മിക്സ് തിരുമ്പി പിടിച്ച് മിക്സ് നന്നായിട്ട് മിക്സിലക്കാം. ഗൈസ്, ഇതിനകത്ത് നമ്മൾ കുറച്ച് എന്നെ കാണിച്ചേ ഞാൻ നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർക്കുവാണെങ്കിൽ നമ്മൾ ഈ കടയിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ചിക്കൻ്റെ കൂട്ടിരിക്കും. അത് ഓപ്ഷനിലാണ്. നമ്മളിപ്പോ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പം ഫുഡ് കളർ എടുത്തിട്ടില്ല, കാരണം ചോട്ട് എനിക്ക് സേഫ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. അവിടെ ഞാൻ അത് എടുത്തിട്ടില്ല. പിന്നെ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ഒരു ലെമൺ കട്ട് ചെയ്യാം. ഒരു ലെമണും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞു കൊടുക്കാം ഗൈസ്. ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഇന്നത്തെ ഡിഷ് ചോട്ടുവിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് വേണ്ടി എന്റെ ഭാര്യ സ്പെഷ്യലായിട്ട് മഴയത്ത് സെറ്റ് ചെയ്തു തരുന്നതാണ് ഗൈസ്. അപ്പൊ സ്പെഷ്യൽ എന്റെ ഇതിന്റെ കൂടെ കഴിക്കാൻ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. സർപ്രൈസ് ആണ് ഗൈസ്, അത് ഉണ്ടായി കഴിഞ്ഞ് കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ ഒരു ഹാഫ് ലെമണേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. ഹാഫ് മതിയോ? ഹാഫ് മതി. നിങ്ങൾക്ക് ഫുൾ വേണോ? ഫുൾ വേണം, എനിക്ക് എന്നാ അവന് പുളി മുന്നിൽ നിക്കണം. ലെമൺ ഒരു മൈ ഗോഡ് ലെമൺ. ചോട്ടു എപ്പോഴും ഇങ്ങനെ ലെമൺ ഉള്ളപ്പോ അതിങ്ങനെ ഒഴിച്ചിട്ട് ചോറിന്റെ കൂടെ ഇളകി കഴിക്കില്ലേ? പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, ഇങ്ങനെ ഭയങ്കര പുളിയില്ലേ. ചോറിന്റെ കൂടെ നാരങ്ങ നീര് പിഴിഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് ഗൈസ്. മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റം ആണ്. ഇനി നമുക്ക് കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് ഉപ്പിടാൻ ഗൈസ്. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഓക്കെ, മണം വരുന്നുണ്ടോ ചോട്ടു? എനിക്ക് എന്തിന്റെയൊക്കെ മണം വരുന്നു. ഇപ്പൊ നാരങ്ങയുടെ മണം വരുന്നുണ്ട്. പായോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഉപ്പ് കറക്റ്റ് സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഉപ്പുണ്ടോന്ന് നോക്ക് ഗൈസ്. നല്ല രീതിക്ക് നമുക്ക് ചിക്കനിലോട്ട് പെരടി തേച്ച് കൊടുക്കാം. ഇതെനിക്ക് ചിക്കൻ കഴുകി തന്നത് ചോട്ടുവാണേ. എനിക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ കട്ട് ചെയ്ത കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയത്. ഇനിയിപ്പോ എന്തോ അടുത്ത? ഇനി ഇത് കുറച്ചേരം ഒരു 5-6 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്താ മതി. നല്ല സൺഫ്ലവർ ഓയിൽ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, കാരണം ഇവിടെ കഴിക്കാൻ വേണ്ടി ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ് നമ്മൾ. ചോട്ടു 2-3 മിനിറ്റ് നമ്മള് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കാം. അതപ്പൊ മസാല അതിനെ വെച്ച് കുറച്ചുകൂടെ മസാല അകത്തോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇവിടെ എന്താ നമ്മൾ 2-3 മിനിറ്റ് വെക്കുന്നോളൂ, എന്നിട്ടേ കഴിക്കുന്നോളൂ. ഇത് മസാല നന്നായിട്ട് പിടിക്കും. അപ്പൊ എന്താ പറയാ, ഇതിനകത്ത് മസാല എത്രത്തോളം പിടിക്കുന്ന അതാണ് ഗൈസ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കേട്ടിട്ടുള്ളത് ആയിരിക്കാം, എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് റെസ്റ്റ് ചെയ്യാൻ കുറച്ചേരം മാറ്റി വെക്കാം. അപ്പത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കിണറ് കാണിച്ചിട്ട് വന്നാലോ? കിണറൊക്കെ കാണിച്ചിട്ട്
ഗൈസ് നമ്മുടെ കിണർ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോ? ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ട്. ആ കിണർ ഇങ്ങനെ നിറഞ്ഞ് നമ്മുടെ ഇവിടെ വെള്ളം അങ്ങനെ കയറത്തില്ലെങ്കിലും കിണറിലൊക്കെ നിറയും, കാരണം ഇവിടെ കനാലൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കത് കണ്ടിട്ടില്ല. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ കിണറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ കിണർ. കാണിച്ചേ നമ്മുടെ കിണർ വെള്ളം കയറി കിടക്കുന്നത് കണ്ടോ? ഹലോ, കണ്ടോ? കറക്റ്റ് ഇത് ഞാൻ കാണിച്ചു തരാം, കണ്ടോ? മറ്റേ ഇവിടെ പിന്നെ കാണിച്ചു കൊടുത്ത കറക്റ്റ് എങ്ങനെയാണ് ആ തറയുടെ ഇതും നമ്മൾ നിക്കുന്നതിന്റെ ഇതും കറക്റ്റ് കണ്ടോ ഗൈസ്? ഇവിടെ വെള്ളം, ഇത് തറ, നമ്മള് നിക്കുന്ന കറക്റ്റ് കറക്റ്റ് ലെവലിലാണ്. പക്ഷെ ഇത് ഇവിടെ ഇച്ചിരി കോൺക്രീറ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ടോ? കറക്റ്റ് ലെവലില് നമ്മൾ നിക്കുന്ന ഈ ഒരു തറയോട് അടുപ്പിച്ച് വെള്ളമുണ്ട്. ഇവിടെ കനാല് വഴി ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നമുക്ക് കാണിച്ചു തരാം. തോട് പോലെ ഉണ്ട്. ഇത് ആരുടെ പറമ്പാണ്? ആ പറമ്പിൽ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുക, വന്ന് ഇങ്ങനെ താഴോട്ട് പോവുക. നമ്മുടെ ചാല്. ഇത് നമ്മള് നമ്മളിവിടെ കിടന്ന് കളിയൊക്കെ ആയിരുന്നു ഇവിടെ കുളിക്കാൻ വരുമ്പോ. ഇതിപ്പോ മഴ പെയ്തോണ്ട് ഇത്രയും വെള്ളം, ഇല്ലെങ്കിൽ ഇത്രയും വെള്ളം ഇവിടെ വെള്ളം. കനാലുണ്ട് ചോദിച്ചില്ലേ? അത് നമ്മള് കാണിച്ചിട്ടുള്ളേ കനാല്. ഈ ഇത് നേരെ പോകുന്ന കനാലുണ്ട് ചോദിച്ചില്ലേ? അവിടുന്ന് വരുന്ന വെള്ളം കിട്ടും. നമ്മള് കുളിക്കാൻ വരാൻ നേരത്ത് ഇവിടൊക്കെ കിടന്ന് കളിക്കുമായിരുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ കിണറിലെ വെള്ളത്തിന്റെ അല്ലേ വിശേഷങ്ങൾ. ഇപ്പൊ ഗൈസ് നമ്മൾ എണ്ണ കുപ്പിയിലോട്ട് ഒഴിച്ചു മാറ്റിയതാണ്. മൂക്കരിയുന്നു. എണ്ണ കളഞ്ഞിട്ടുണ്ട്. കൊഴപ്പില്ല, അത് വിട്. അപ്പൊ ഇനി നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഒന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തുറന്നപ്പോ തന്നെ അതിന്റെ ഇലകൾ അരച്ചു ചേർത്തിന്റെ മണം. നല്ല ഔഷധ ഗുണമുള്ള ചിക്കനാണ്. നമുക്ക് എണ്ണ ഒഴിക്കാൻ കഴിയും. കൊറേ എണ്ണ വേണ്ടി വരും. അടപ്പ് തുറക്കണ്ടേ? അടപ്പ് തുറക്കണ്ടേ? നല്ല ടൈറ്റ് ആയിട്ട് അടപ്പിച്ചേക്കാൻ. തോനെയും വേണം എണ്ണ. അയ്യോ, എണ്ണ വീരുന്നില്ല കൊണ്ട്. ഇത് എല്ലാം കൂടെ വറക്കണ്ട, ഒറ്റ ഇതിട്ട് വറക്കാം. പിന്നെ എപ്പോഴും അതിന് വറുത്തൊന്നും നിക്കണ്ട. എണ്ണ ഒന്ന് മാറ്റട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇതെന്തിനാ ഓയിൽ? അത് വറുത്ത് അങ്ങോട്ട് കോരി ഇടാനാ. ഓയിലോട്ട് കുറച്ച് കരിവേപ്പില ആദ്യമേ നമുക്ക്. ഓ മൈ ഗോഡ്, വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത്. അല്ല, അത് കറിവേപ്പില കഴുകി എടുക്കാൻ പിന്നെ വറുത്തെടുക്കാം. കരിവേപ്പില ഒന്ന് വറുത്ത് വിട്ടേക്കാം. അതൊക്കെ നമ്മൾ കുറച്ച് ഉള്ളിയും കൂടെ ഒക്കെ വറുത്ത് വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നമുക്ക് ഇടാൻ ചോട്ടും. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യമത്തെ ഒരു ചിക്കൻ പീസ് കൊണ്ടിട്ടാം. ആദ്യം നമ്മൾ ലെഗ് പീസ് ആണ് ഇടുന്നത്. തെറിച്ചോ? ഇല്ല, തെറിച്ചൊന്നുമില്ല. അതീ കിടന്ന് തിളച്ചോ. ഓക്കെ, അടുത്ത ഈ രണ്ടാമത്തെ ലെഗ് പീസും കൂടി ഇടാം. ഇട്ടോ മറ്റേന്ന് ഇട്ടോ. അതിന്റെ മൊത്തം ഇട്ടോ, ഒറ്റയടിക്ക് വറക്കാൻ കൊടുക്കാം. ബാക്കി പീസും കൂടി ഇടാം. പയ്യെ എടുത്തെറിയാതെ. മറ്റേ മസാല ഒക്കെ കാര്യം ഉണ്ടോ? മസാല എല്ലാം ഇടാം. ഇതിപ്പോ എണ്ണയുടെ കളറ് തന്നെ വേറൊരു രീതിയിലായി. ഇതെന്തോ കണ്ണ് നോക്കല്, കണ്ണാത്തോട്ട് എന്തോ വീഴുന്ന ഇതാന്ന്. സാധനം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമുക്ക് അവസാനത്തേക്കുള്ള കുറച്ച്
കുറച്ച് സവാള ഡെക്കറേഷനോ? കുറച്ച് വെയിറ്റ് ഞാൻ സവാള. ലൈറ്റ് എടുത്തുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഞാനിവിടെ റിംഗ് ലൈറ്റ് കൊണ്ടുവന്ന് വെച്ച്, കാരണം വെട്ടം കിട്ടുന്നില്ല. വെട്ടം അടിച്ചു പോയി. ഞാൻ അവസാനത്തെ ഡെക്കറേഷന് വേണ്ടിട്ട് കുറച്ച് സവാള നമ്മുടെ പൊട്ടുന്നുണ്ടല്ലേ. വേവുന്നതേ ഉള്ളൂ. നല്ല പൊളി സാധനമാണ് ഗൈസ് അല്ലേ? കണ്ടോ ചട്ടി കിടന്ന് തിളയ്ക്കുന്ന കാണുമ്പോഴേ അറിഞ്ഞു സംഭവം സെറ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി പൊറോട്ടയുടെ കൂടെ പിടിപിടിക്കണം അല്ലേ? സെറ്റായില്ലേ? തിരിച്ചിട്ടോ കുറച്ചുകൂടെ തിളക്കത്തായില്ല. ആയില്ലേ? എണ്ണ തീർന്നു. മസാല എല്ലാം അങ്ങ് അടിയിലോട്ടങ്ങ് പോയി. അതെത്ര മസാല എല്ലാം നമുക്ക് വാരി അവസാനം ഇതിന്റെ മണ്ട ഇടാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് എന്റെ മണ്ടയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളൊക്കെ ഇങ്ങനെ സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം. സർക്കിളിൽ കിട്ടുമെന്ന് അറിയത്തില്ല. സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിസൈനിൽ വെക്കാം. ഓക്കെ തിരിച്ചിട്ടോ കുഴപ്പമില്ല. ഗൈസ്, അപ്പൊ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഇനി തിരിച്ച് മറിച്ചിടാം. എണ്ണയുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക്. ഞാനാകെ പേടിച്ചാണ് ഇടുന്നത്. ഞാനിവിടെ ക്യാമറയോട് മാറി എപ്പോ വേണമെങ്കിലും തെറിച്ച് വീഴാം. ലെഗ് പീസ് അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ലെഗ് പീസ് കിടിലനായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പൊറോട്ടയും നല്ല പേരെന്ത് വരുന്നത്? പേര് ഞാൻ അവസാനം പറയത്തുള്ളൂ, പിന്നെ നേരത്തെ പറയത്തുള്ളൂ. സർപ്രൈസ് ആണ്, സർപ്രൈസ്. പിന്നെ മസാലകളെല്ലാം അടിയിച്ചു. കുഴപ്പമില്ല, നമുക്ക് വാരി ഇടാം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ സവാള കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ എന്തായാലും പൊന്നു എനിക്കൊരു സെറ്റ് ഡിഷാണ് ഗൈസ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പൊറോട്ടയും പേര് പിന്നെ പറയാൻ പൊറോട്ടയും. അതെ, ഇപ്പൊ മഴയത്ത് പൊറോട്ടയും ചിക്കനുമാണ് ഗൈസ് പൊന്നു എനിക്ക് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പം അടുത്ത ഡെക്കറേഷനിലാണ് പൊന്നു. ഇത് കറക്റ്റ് ഇതായി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഏത് സർക്കിളിൽ കട്ട് ചെയ്യാൻ എവിടെ എന്റെ കൈ വീണ്. ക്യാമറ ഇത് പൊട്ടിത്തെറിച്ച് കണ്ണിലൊക്കെ വീഴുന്നുണ്ട്. പിന്നെ അത് ഞാൻ കട്ട് ചെയ്യാം ഗൈസ്. അത് കണ്ണിലോട്ടൊക്കെ പൊട്ടിത്തെറിച്ച് വീണ് കൈ വീണ് കഴിച്ചിട്ടുണ്ട്. പൊന്നിന്റെ നെറ്റി വീണെന്ന് പറയുന്നത്. വീണോ? ഓക്കെ ആയോ വറുത്തോ? റെഡിയായോ? അത് ഞാൻ. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അടുത്തോട്ട് ചെല്ലാൻ പേടിയാണ് പൊട്ടിത്തെറിച്ചാൽ. കരിഞ്ഞോ കരിഞ്ഞോ? സാധനം കേട്ടോ. നല്ല എണ്ണയുണ്ട്. പൊളി. ഇങ്ങോട്ടേക്ക് മറ്റേ ഗ്രേവി കൊണ്ടേ കിട്ടോ. മസാല മൊത്തം വെള്ളത്തിലായി. അതാ എണ്ണക്കകത്ത് ഇട്ടപ്പോഴേ എല്ലാം കൂടെ ഒഴിച്ചങ്ങ്. കുഴപ്പമില്ല. മസാലയും കൂട്ടി കഴിച്ചു നോക്കി.
സെറ്റ് ആയിട്ട് മതി മതി. മസാല ഇനി വാരിയിടണ്ട. ഓ വേടി വാരിയിട്ടില്ല. കുഴപ്പമില്ല വെച്ചോ. ഇനി കുറച്ച് മല്ലിയിലയും സവാളയൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. ഇല്ല. ഇപ്പൊ ഗൈസ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെഡിയായി സെറ്റപ്പായി. ഈ ഡെക്കറേഷൻ ആണ് ഗൈസ്. അങ്ങനെ കുറച്ച് സവാള ഇവിടെ റൗണ്ടില് ചോട്ട് എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വട്ടത്തിൽ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ചൊക്കെ മേളിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് സവാളയും കുട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവസാനം കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാം. നമ്മളല്ല, ചോട്ട് ഇനി പൊറോട്ടയുടെ കൂടെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പോവാണ്. അപ്പൊ പൊറോട്ടയും കൂടെ എടുക്കല്ലേ, റൂമിൽ പോയിട്ട് കഴിക്കാം. അപ്പൊ ഗൈസ് സൂപ്പർ സാധനമാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കണ്ടപ്പം സൂപ്പറാണ്. ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. ഓക്കെ, നമുക്ക് നേരെ റൂമിൽ പോയിട്ട് കഴിക്കാം. സോ ഗൈസ്, നമ്മള് ഇത് ചോട്ടുവിന് കൊടുക്കാൻ പോവാണ്. നമ്മളിവിടെ ദാണ്ട് പൊറോട്ടയും പിന്നെ നമ്മുടെ മെയിൻ ഡിഷ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ പേര് റിവീൽ ചെയ്യാൻ പോവാണ്. ഞാൻ പേര് നോക്കട്ടെ, മറന്നുപോയി. സോറി ഗൈസ്, ഞാൻ പേര് മറന്നുപോയി. ഞാൻ നോക്കട്ടെ. എന്താ ചിക്കൂടി അങ്ങനെ എന്തൊരു പേരാണ്. ആയിക്കൊള്ളാത്ത കൊറേ പേരും. സംഭവം സെറ്റാണ്. എനിക്ക് കഴിക്കാൻ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷിന്റെ പേര് പൊറോട്ട ആൻഡ് പയ്യോളി ചിക്കൻ ഫ്രൈ. ഇതാണ് നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ. കുറച്ചും കൂടെ ഫുഡ് കളർ ഒക്കെ ഇട്ടായിരുന്നെങ്കിൽ നല്ല ചുമചുമാന്നിരുന്നാണ്. നമ്മള് അത് ഇട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഭാരമായിരിക്കും. ഞാൻ ചോട്ട് കഴിച്ചിട്ടേ പറയാൻ പറ്റും. ചോട്ട് കഴിക്കും. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കൊതിമുത്തിരിക്കുവാണ്. ഡെക്കറേഷൻ ഒക്കെ എങ്ങനെ എടുത്തിടാനോ? ഒരു ലെഗ് പീസ് എടുത്തത്. ലെഗ് പീസ് തന്നെ ഫസ്റ്റ്. ഈ ലെഗ് പീസ് ആണ് ആദ്യം ഞാൻ ചോട്ടിന് കൊടുക്കുന്നത്. ഇതൊക്കെ ഇരുന്നോട്ടെ. ഡെക്കറേഷൻ എവിടെ കഴിച്ചോക്കെ. ഓക്കെ ഗൈസ്, ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ചൂട് പറയുന്നിരിക്കും. വാവ്, യമ്മി. അയ്യോ ദൈവമേ. സെറ്റാ? സൂപ്പറാണോ? ഉപ്പൊക്കെ കറക്റ്റ് ആണോ? ഓ, സംഭവം ക്ലിക്ക്. സൂപ്പർ ഗൈസ്. അല്ല, സംഭവം സൂപ്പറാന്ന് പറഞ്ഞ. ഇതാണ്ട് ഇത് പീസാണ്. ഇത് കൂട്ടി കഴിച്ചേ. മസാലയൊക്കെ ഉണ്ട്. കുറച്ച് സവാളയൊക്കെ ഇട്ട്. വാ, ഇഷ്ടപ്പെട്ടാ? ഫസ്റ്റ് ടൈം ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു ഡിഷ് ട്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ഞാൻ പേരും വീണ്ടും മറന്നു പോകും. ചിക്കൻ്റെ പേര് പൊറോട്ട ആൻഡ് പയോളി ചിക്കൻ ഫ്രൈ സൂപ്പർ ആയിരുന്നു. ചോട്ടിന് ഇഷ്ടപ്പെട്ടെന്നാണ് ചോട്ട് പറയുന്നത്. ആദ്യം ലെഗ് പീസ് തന്നെ എടുത്തു. സൂപ്പറാണ്. അത് എന്തായാലും ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ചിക്കൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ചോട്ടുമാണ് ഇന്നത്തെ ഡിഷ് ഫുള്ള്. ചോട്ടിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തതാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് കുക്കിംഗ് വ്ളോഗായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.